നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 20 തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അടിയന്തര അവധി പ്രഖ്യാപിച്ചു. കായിക പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള മഹാപോരാട്ടം തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ ഈ തീരുമാനമെടുത്തത്. മത്സരം പുലർച്ചെയായതിനാൽ കുട്ടികൾക്ക് ഉറക്കമൊഴിഞ്ഞ് കളി കാണേണ്ടി വരുമെന്നും അതിനാൽ തിങ്കളാഴ്ച അവധി നൽകണമെന്നും വിവിധ കോണുകളിൽ നിന്നും കായിക സംഘടനകളിൽ നിന്നും ശക്തമായ ആവശ്യമുയർന്നിരുന്നു. അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മന്ത്രിമാരും അനുകൂലമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. വിദ്യാർത്ഥികളുടെയും കായിക പ്രേമികളുടെയും ഈ വലിയ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ നിലവിൽ അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സർവകലാശാല പരീക്ഷകൾക്കും മറ്റ് പൊതുപരീക്ഷകൾക്കും യാതൊരുവിധ മാറ്റവും ഉണ്ടായിരിക്കില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തീരുമാനത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എം ഷംസുദ്ദീൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അവധി നൽകണമെന്നാവശ്യപ്പെട്ട് എന്റെ ഫോണിലേക്ക് നിരന്തരമായി ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളെല്ലാവരും ഒന്നിച്ച് ഒരേ സ്വരത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. കുട്ടികളുടെ ഈ കടുത്ത ഫുട്ബോൾ ആവേശവും അഭ്യർത്ഥനയും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹവും മറ്റു മന്ത്രിമാരും വളരെ പോസിറ്റീവായ നിലപാടാണ് സ്വീകരിച്ചത്. ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന കേരളക്കരയുടെ കായികാവേശം കണക്കിലെടുത്താണ് സർക്കാർ ഈ മാതൃകാപരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഇനി മുതൽ ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെ KSEBക്ക് തോന്നുംപടി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാകില്ലെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തമാക്കി. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്ന സമയവും അതിന്റെ ദൈർഘ്യവും SMS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിക്കണമെന്നും ഒരേ പ്രദേശങ്ങളിൽ കഴിയുന്നത്ര ഒരേ സമയത്ത് തന്നെ നിയന്ത്രണം നടപ്പാക്കണമെന്നുമാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ KSEB സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് 440 കോടി രൂപ ചെലവിൽ 140 കോടി യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനിടെയാണ് കമ്മീഷൻ ചെയർമാൻ TK ജോസും അംഗം B പ്രദീപും ഈ നിർദ്ദേശങ്ങൾ നൽകിയത്. വൈദ്യുതിയുടെ കുറവ് തലേദിവസം തന്നെ കണക്കാക്കാൻ കഴിയുമെന്നും അതനുസരിച്ച് ഉപഭോക്താക്കളെ മുൻകൂട്ടി വിവരം അറിയിക്കണമെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. അടിയന്തര സാഹചര്യങ്ങളിൽ ഏതൊക്കെ ഫീഡറുകളിലാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്ന വിവരം അതത് സെക്ഷൻ ഓഫീസുകൾ വഴി ജനങ്ങളെ അറിയിക്കണം. തത്സമയ വിപണിയിൽ നിന്നും അധിക വൈദ്യുതി ലഭിക്കുകയോ ഉപഭോഗം കുറയുകയോ ചെയ്താൽ നിയന്ത്രണ സമയം കുറയ്ക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ കമ്മീഷൻ അനുമതി നൽകിയതോടെ ഞായറാഴ്ച മുതൽ വൈദ്യുതി വാങ്ങൽ ആരംഭിക്കുമെന്ന് KSEB അറിയിച്ചു. എന്നാൽ മഴ ശക്തമാവുകയോ തത്സമയ വിപണിയിൽ ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ നിലവിലെ നിയന്ത്രണം തുടരുമെന്നും ബോർഡ് വ്യക്തമാക്കി. ഇതിനിടെ വൈദ്യുതി വാങ്ങുന്നതിനുള്ള നടപടികളിൽ കാലതാമസം വരുത്തിയതിന് KSEBക്കെതിരെ കമ്മീഷൻ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. ജൂലൈ ആദ്യം തന്നെ ടെൻഡറുകൾ അംഗീകരിച്ചിട്ടും കമ്മീഷൻ അനുമതിക്കായി അപേക്ഷ നൽകാൻ 14 ദിവസം വൈകിയത് ഒട്ടും അംഗീകരിക്കാനാകില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി ലഭ്യമായിരിക്കെ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയത് വലിയ വീഴ്ചയാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പകൽ സമയത്തെ അധിക വൈദ്യുതി ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി നിലവിലെ 10% ഇളവ് 25% നിർദ്ദേശിച്ചെങ്കിലും KSEB അതിനോട് താൽപര്യം കാണിക്കുന്നില്ലെന്നും കമ്മീഷൻ വിമർശിച്ചു. ഇതിനൊപ്പം സൗരവൈദ്യുതി സംഭരിക്കുന്ന ബാറ്ററി സ്റ്റോറേജ് പദ്ധതികളുടെ പുരോഗതി സംബന്ധിച്ചും വൈദ്യുതി ആവശ്യകത കണക്കാക്കുന്നതിലെ അശാസ്ത്രീയ സമീപനത്തെക്കുറിച്ചും കമ്മീഷൻ KSEBയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കർഷകർക്ക് വലിയൊരു സുവർണാവസരവുമായി സംസ്ഥാന സർക്കാരിന്റെ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി. ട്രാക്ടർ, പവർ ട്രില്ലർ തുടങ്ങി കൃഷിക്ക് ആവശ്യമായ കാർഷിക ഉപകരണങ്ങൾ വലിയ സബ്സിഡിയോടുകൂടി സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർ എത്രയും വേഗം ഇതിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക മുൻഗണന നൽകിയാണ് ഈ ആനുകൂല്യം നടപ്പിലാക്കുന്നത്. വ്യക്തിഗതമായി രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് 50% വരെയും കാർഷിക സഹകരണ സംഘങ്ങൾക്കോ കൂട്ടായ്മകൾക്കോ ആണെങ്കിൽ 80% വരെയും സബ്സിഡി ഇതിലൂടെ ലഭിക്കും. വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ വലിയ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാ കർഷകരും ശ്രദ്ധിക്കുക. ഈ പദ്ധതി പ്രകാരം ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അതിന്റെ സബ്സിഡി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലുള്ള സർക്കാർ അംഗീകൃത കാർഷിക ഉപകരണ വിപണന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതിയാകും. നിലവിൽ അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ കർഷകന്റെ ഫോട്ടോ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ, അതോടൊപ്പം തന്നെ സ്ഥലത്തിന്റെ കരം
പണമടച്ച രസീത് എന്നിവ കൈവശം കരുതേണ്ടതാണ്. ആവശ്യമായ രേഖകൾ വേഗത്തിൽ തയ്യാറാക്കി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളായ മറ്റ് കർഷകരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ നാളെ കൂടി മാത്രമേ സമയമുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂലൈ മാസം 20-ാം തീയതിയോടെ ഇതിനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ഓളം മുൻഗണനാ കാർഡുകളാണ് അർഹരായവർക്ക് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ APL വിഭാഗത്തിലുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ ഈ സുവർണാവസരം ഒട്ടും പാഴാക്കാതെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. BPL കാർഡ് ലഭ്യമായി കഴിഞ്ഞാൽ സൗജന്യ റേഷൻ, വിധവാ ക്ഷേമ പദ്ധതികൾ, മറ്റ് വിവിധ മുൻഗണനാ ആനുകൂല്യങ്ങൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നാളെ ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നതിനാൽ നിലവിലുള്ള റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സാക്ഷ്യപത്രം, രോഗാവസ്ഥ തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിച്ച രേഖകൾ എന്നിവയുമായി ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷിക്കുക. മുൻഗണന ലഭിക്കാൻ സഹായിക്കുന്ന ഈ രേഖകളെല്ലാം കൃത്യമായി സ്കാൻ ചെയ്ത് ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യവും ഓർക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമേകി ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം അടുത്തയാഴ്ച ആരംഭിക്കുകയാണ്. ജൂലൈ 21-ന് നിശ്ചയിച്ചിരിക്കുന്ന സർക്കാരിന്റെ കടമെടുപ്പിന് തൊട്ടു പിന്നാലെ ജൂലൈ 23, 24, 25 തീയതികളിലായി തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തും. പ്രതിമാസ പെൻഷൻ തുകയിൽ നിലവിൽ മാറ്റങ്ങളൊന്നുമില്ല. 2,000 രൂപ തന്നെയാണ് ഈ മാസവും ലഭിക്കുക. പെൻഷൻ തുക 3,000 രൂപയാക്കി ഉയർത്തുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നിലവിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഈ വർധനവ് നടപ്പിലാക്കാൻ അല്പം കൂടി സമയമെടുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും വൈകാതെ തന്നെ ഈ വാഗ്ദാനം പാലിക്കുമെന്ന ഉറപ്പും സർക്കാർ മുന്നോട്ട് വെക്കുന്നു. എല്ലാ മാസത്തെയും പോലെ ഈ മാസവും പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ വിതരണം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ വരും മാസങ്ങളിലും പെൻഷൻ തുക മുടങ്ങാതെ അക്കൗണ്ടിൽ എത്തണമെങ്കിൽ ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ സമയമുള്ളതിനാൽ അനാവശ്യമായ തിരക്കുകൾ ഒഴിവാക്കാൻ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാരുടെ വിരലടയാളവും ബയോമെട്രിക് വിവരങ്ങളും സിസ്റ്റത്തിൽ പതിയാൻ ചിലപ്പോൾ കൂടുതൽ സമയമെടുത്തേക്കാം. ഇത് അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ ക്യൂവിനും മണിക്കൂറുകളോളമുള്ള കാത്തിരിപ്പിനും കാരണമായേക്കാം. അതുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലോ നേരിട്ടോ ബന്ധപ്പെട്ട് തിരക്കില്ലാത്ത സമയം ചോദിച്ച് മനസ്സിലാക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് ഏറെ സഹായകരമാവും. ഇനി വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അസുഖങ്ങൾ കൊണ്ടോ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്കായി ഹോം മസ്റ്ററിംഗ് സംവിധാനവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തങ്ങളുടെ വിവരങ്ങളും വിലാസവും അതത് വാർഡ് മെമ്പർമാരെയോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെയോ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. സാധാരണക്കാരുടെ ആദ്യഘട്ട മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയായ ശേഷമായിരിക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ നേരിട്ട് വീടുകളിലെത്തി ഹോം മസ്റ്ററിംഗ് ചെയ്തു നൽകുക. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ചെയ്യുന്ന മസ്റ്ററിംഗിന് നിലവിൽ 30 രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ പ്രതിനിധികൾ വീട്ടിലെത്തി ചെയ്യുന്ന ഹോം മസ്റ്ററിംഗ് സംവിധാനത്തിന് 50 രൂപയോളമായിരിക്കും നിരക്ക് ഈടാക്കുക. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് ഏറ്റക്കുറച്ചിലുകളില്ലാതെ വ്യാപാരം തുടരുന്നു. കഴിഞ്ഞ ദിവസത്തെ അതേ നിരക്കിൽ തന്നെയാണ് ഇന്നും വിപണിയിൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. 1 പവൻ സ്വർണ്ണത്തിന് 1,05,080 രൂപ എന്ന നിരക്കിലാണ് ഇന്ന് വിൽപ്പന പുരോഗമിക്കുന്നത്. ഗ്രാം വിലയിലും ഇന്ന് മാറ്റം രേഖപ്പെടുത്തിയിട്ടില്ല. 1 ഗ്രാം സ്വർണ്ണത്തിന് 13,135 രൂപയാണ് ഇന്നത്തെ വിപണി നിരക്ക്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.